ഗായ്സ്, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു സൺഡേ ആണ്. ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു വ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ദോശമാവൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിന്ന് സാമ്പാർ വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് റെഡിയാക്കി, പിന്നെ ഒരു പാത്രത്തിലേക്ക് നമ്മൾ മസാലയൊക്കെ ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. മമ്മി ഹായ്. അപ്പം ഇന്ന് നമ്മുടെ വീടിൻ്റെ പുറകുവശത്തെ ഒരു തെങ്ങുണ്ട്. അതെന്ന് വെച്ചാൽ വലിയ കായ്ബലൊന്നും ഇല്ലാത്തതായിരുന്നു. ഒരു 1-2 വർഷമായി നമ്മളത് മുറിക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നത്. കാരണം അത് വീടിന് വല്ലാതെ ചാഞ്ഞിട്ട് നിൽക്കുന്ന ഒരു തെങ്ങ്. ചായക മാത്രമല്ല, നമ്മൾ സൺഷെയ്ഡിനൊക്കെ മുട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് നിൽക്കുക. അപ്പം ഞാൻ ഇതിനിടെ വീടിൻ്റെ മേലെ ഒന്ന് സൺഷെയ്ഡൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി കയറിയപ്പോഴാണ് ഇത്ര 1 സെൻറ്റിമീറ്റർ ഇല്ല നമ്മുടെ ഈ വാർപ്പിന് മുട്ടാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ വിചാരിച്ച എന്തായാലും അത് മുറിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇന്ന് അങ്ങനെ ആൾ വന്നിട്ടുണ്ട്. കാണിച്ചുതരാം. ഈ കാണുന്ന തെങ്ങാണ് നമ്മൾ മുറിക്കാൻ ഉദ്ദേശിക്കുന്നത്. കാണാൻ നല്ല അടിപൊളി ഗുണ്ടു മാസ തെങ്ങാണെങ്കിലും അതിൻ്റെ തേങ്ങകളൊക്കെ ഫുള്ള് പേടാണ്. പക്ഷെ 2 വർഷം മുന്നെയാണ് നമ്മളിത് അവരുടെ ഫോണാന്ന് തോന്നുന്നു അടിക്കുന്നത്. അപ്പം നമ്മൾ 1-2 വർഷം മുന്നേ ആണ് ഇതൊന്ന് വെട്ടണം എന്ന് വിചാരിച്ചത്. അതിനുശേഷം കൈബലില്ല എന്ന് പറഞ്ഞല്ലോ, അതിനുശേഷം ഭയങ്കര തേങ്ങയാണ് എന്നാന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ സാമ്പാർ കഷ്ണങ്ങളെല്ലാം നമ്മൾ കുക്കറിലേക്ക് ഇടുകയാണ്. അരവൊക്കെ ചേർത്തതിലേക്കാണ് നമ്മൾ ഇടുന്നത്. അതേസമയം തന്നെ ഇവിടെ മരം മുറിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ തെങ്ങ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയി പോയല്ലോ അമ്മ. ഫുള്ള് എനിക്ക് ടാൻ അടിച്ചു പോയി ഗൈസ്. എന്ത് ചെയ്യാനോ, വെയിലത്തല്ലേ ജോലി. നന്നായിട്ട് ടാൻ അടിച്ച്. അമ്മേൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ അത് കറക്റ്റ് മനസ്സിലാവും. നമ്മുടെ തെങ്ങിൻ്റെ ഇളനീര് ഒരു പ്രത്യേക ടേസ്റ്റാണ്. കഥാവ് വേറെ ആരെങ്കിലും സൂപ്പർ മധുരം. ഞാൻ ഒരുപാട് കരിക്ക് കുടിച്ചിട്ടുണ്ട്, പക്ഷെ എൻ്റെ വീട്ടിലെ കരിക്ക് ഇത്രയും മധുരം ഉണ്ടെന്ന് ഞാൻ ഇന്ന് അറിയുന്നു കേട്ടോ. ഈ കരിക്ക് കുടിക്കുമ്പോൾ ശരിക്കും ഈ തെങ്ങ് വെട്ടണമെന്നൊരു സംശയമായി ഇപ്പോൾ സത്യം പറഞ്ഞാൽ. അസാധ്യ മധുരം. ഞാൻ പറഞ്ഞല്ലോ, അസാധ്യ ടേസ്റ്റ് ആയിരുന്നു. അപ്പം എനിക്ക് ഈ തെങ്ങിൻ്റെ കണ്ട ഭയങ്കര ഇഷ്ടമാണ്. ഞാനത് ചെറുപ്പത്തിലൊക്കെ നമ്മുടെ പറമ്പിൽ അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിലൊക്കെ കണ്ട കിട്ടാറുണ്ടായിരുന്നു. തെങ്ങൊക്കെ മുറിക്കുന്ന സമയത്ത് നമ്മളവിടെ ചെറിയ പ്രായമല്ലേ, നമ്മളവിടെ പോയി നിന്നാൽ കണ്ടൊക്കെ തരും. പിന്നെ എൻ്റെ വല്യച്ഛൻ ഇതുപോലെ കണ്ടൊക്കെ വീട്ടിൽ കൊണ്ടുവരാറുണ്ടായിരുന്നു. അപ്പം പിള്ളേരുടെ കൂട്ടത്തിൽ പിന്നെ എനിക്കാണ് ഏറ്റവും ഇഷ്ടം കണ്ട. അതുപോലെ എനിക്ക് ഇളനീര്, തേങ്ങാവെള്ളം അതെല്ലാം ഭയങ്കര ഒരു ഇഷ്ടമാണ്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഈ തെങ്ങിൻ്റെ കണ്ടപ്പോൾ സൂപ്പറായിരിക്കും. കാരണം ഇളനീര് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ ഞാൻ ഈ ചേട്ടന്മാരോട് ചോദിച്ചു കണ്ട എടുത്തു തരുമോ. അപ്പോൾ അവർ പറഞ്ഞു പറ്റത്തില്ല, അതിന് വേറെ ആളെ ആക്കണം അത്ര. ഇവർ ജസ്റ്റ് കട്ട് ചെയ്തിട്ട് പോവുകയുള്ളൂ അത്ര. നോക്കട്ടെ, വലിയച്ഛനോടാൻ്റെ പറഞ്ഞിട്ട് അത് കൊത്തി കണ്ടെടുക്കാൻ ഭയങ്കര റിസ്ക്കാണ് പരിപാടി. എന്ന് വെച്ചാൽ അതിൻ്റെ ഏറ്റവും ഉള്ളിലായിട്ടാണ് ഈ സംഭവം ഉണ്ടാകുക. നല്ല മധുരമാണ്. ഓക്കെ, ഞാനത് കാണിച്ചു തരാം കിട്ടുകയാണെങ്കിൽ. പരിപാടിയിൽ ചെറിയൊരു മാറ്റമുണ്ട്. നമ്മുടെ ലിശാവതിക്ക് ദോശ കല്ലിൽ നിന്ന് കിട്ടാത്തത് കൊണ്ട് സംഭവം ഒരു ഇഡ്ഡലി ആക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇപ്പം ഇഡ്ഡലീൻ്റെ പാത്രത്തിലായിട്ടാണ്. അപ്പം എനിക്കൊരു ഡൗട്ട്, നമ്മളിപ്പോൾ ഇഡ്ഡലി ദോശേൻ്റെ കൂട്ട് വെച്ചല്ലേ ഇഡ്ഡലി ആക്കുന്നത്. അപ്പം ഇത് കുറച്ച് അധികം വേണ്ടേ ഇഡ്ഡലി ആകുമ്പോൾ? കണക്കായിട്ട് തന്നെ കിട്ടും. അതെന്തേ അത്രയും വേണ്ടു? ഗൈസ്, നമ്മൾ പ്ലാൻ മാറ്റി. ദോശ റൗണ്ട് ദോശയല്ല അമ്മ പറയുന്നത് നോക്കത്തുള്ളൂ. എന്താ അമ്മ പറഞ്ഞത്? ഒന്നുമില്ല, നമുക്ക് ഭയങ്കര നാണക്കേടാണ്, നാണമാണ്. അപ്പം എന്താണ് നമുക്ക് ആ ദോശ ഇന്നെന്താണെന്നറിയില്ല, ചെറിയ കൂട്ടിനെന്തോ ഒരു പ്രശ്നം പറ്റിയെന്ന് തോന്നുന്നു. അതുകൊണ്ട് പിന്നെ നമ്മുടെ പ്ലാൻ മാറ്റി ഇഡ്ഡലിയാക്കി. ഓക്കെ, അപ്പോഴേക്കും അവർ തെങ്ങിൻ്റെ മുകൾ ഭാഗമൊക്കെ വെട്ടി താഴെ ഇട്ടിട്ടുണ്ടായിരുന്നു. തെങ്ങിൻ്റെ കണ്ടയിരിക്കുന്ന ഭാഗമാണ് അത്.
അപ്പോഴേക്കും നമ്മുടെ അഞ്ചത്തിക്കുട്ടി എഴുന്നേറ്റിട്ടുണ്ട്. ഇവിടെ ഒന്ന് എന്താ നടക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലാവുന്നില്ല. ജസ്റ്റ് നോക്കി നിൽക്കുക മാത്രമാണ് പുള്ളിക്കാരി ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ ഒരു തെങ്ങൊക്കെ മുറിക്കുമ്പം നല്ല വിഷമമുണ്ടാകും. കാരണം അത് ഇത്ര വളർന്ന് വലുതാൻ വേണ്ടി കുറേ ടൈം എടുക്കും. തെങ്ങെന്നുള്ളത് ഇപ്പോൾ ഏത് മരം വെട്ടുമ്പോഴും നമുക്ക് വിഷമം വരും, അല്ലെങ്കിൽ നമ്മൾ വിഷമിക്കണം. അതേ സമയത്ത് നമ്മൾ മറ്റൊരു തൈ നടാൻ ശ്രമിക്കണം. ഞാനും നട്ടിട്ടുണ്ട് മറ്റൊരു തൈ. ഒരുപക്ഷെ ഇത് വീടിന് നേരെ ചാഞ്ഞില്ലെങ്കിൽ ഞാൻ ഒരിക്കലും ഈ ഒരു തെങ്ങ് മുറിക്കണം എന്ന് ഞാൻ പറയില്ല, അല്ലെങ്കിൽ ഞാനതൊരിക്കലും സമ്മതിക്കില്ലായിരുന്നു. പക്ഷേ ഇതിപ്പം നമുക്കെന്തായാലും മുറിച്ചേ പറ്റൂ, അതുകൊണ്ട് മാത്രം മുറിച്ചതാണ് ഗൈസ്. തെങ്ങിൻ്റെ തടി ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കി എടുക്കുന്നതുകൊണ്ട് നമുക്ക് മാറ്റി വെക്കാനും അല്ലെങ്കിൽ അത് വിറക് നല്ല എന്താ പറയുക എടുത്തു വെക്കാൻ വേണ്ടിയിട്ട് എളുപ്പമാണ്. സംഭവം കണ്ട ആദ്യം ഇവർ എടുത്തു തരില്ല എന്ന് പറഞ്ഞെങ്കിലും എൻ്റെ ഒരു റിക്വസ്റ്റ് പ്രകാരം അവരത് എനിക്ക് എടുത്തു തന്നു. അപ്പോൾ ഇതാ ഈ ചേട്ടൻ കൊണ്ടുവരുന്നതാണ് കണ്ട. ഓക്കെ, ഈ വെള്ള നിറത്തിലുള്ളത് അയാൾ എനിക്കത് എറിഞ്ഞു തരാണ്. ആദ്യത്തെ പീസ് അടിപൊളി, നല്ല മധുരം ഉണ്ടായിരുന്നു, സൂപ്പറായിരുന്നു. ഞാനത് കഴുകിയിട്ടാണ് കഴിച്ചത്, കാരണം അതിൻ്റെ ചെറിയ ഓയിലുണ്ടാവും. ഈ ചേട്ടനാണ് എനിക്ക് കണ്ട എടുത്തു തന്നത്. ആ തടിയുടെ ഉള്ളിലുള്ള വെള്ള നിറത്തിലുള്ള സാധനമാണ് കണ്ട. നല്ല മധുരമാണ്. ഈ ഓയിൽ പറ്റിയിട്ടുണ്ടാകും, കാരണം അവരെ മെഷീൻ വെച്ച് കട്ട് ചെയ്തല്ലേ, അതുകൊണ്ട് അത് മറ്റേ ചേട്ടൻ കഴുകി കളയാണ് ആ ഓയിലൊക്കെ. നിങ്ങളുടെ നാട്ടിലോ അല്ലെങ്കിൽ വീട്ടിലെ എപ്പോഴെങ്കിലും ഇതുപോലെ തെങ്ങ് മുറിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും അതിൻ്റെ കണ്ട ഒരു തവണയെങ്കിലും നിങ്ങൾ കഴിച്ചു നോക്കണം. എന്തായാലും ഇഷ്ടപ്പെടും. പക്ഷേ ചിലർക്കൊന്നും അത് അത്ര ഇഷ്ടമല്ല, കാരണം എൻ്റെ അമ്മയ്ക്കൊന്നും അത്ര ഇഷ്ടമല്ല, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ചെറുതായിട്ട് കട്ട് ചെയ്യണം. ശരിക്കും പറഞ്ഞാൽ കട്ട് ചെയ്യൊന്നും വേണ്ട, ഇങ്ങനെ തന്നെ തിന്നുന്നതാണ് അതിൻ്റെ ഒരു ബ്യൂട്ടി. ഓക്കെ, വലിയ പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇനിയും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ എൻ്റെ ഫേവറേറ്റ് കട്ടൻ ചായ പിന്നെ ഇഡലി സാമ്പാറുമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഒരു പ്ലേറ്റ് നിറയെ ഉണ്ട്, അങ്ങനെ കഴിക്കണം. എനിക്ക് ഫേവറേറ്റാണ് സാമ്പാർ എന്ന് പറയുന്നത്. എനിക്ക് സാമ്പാറിലെ കഷ്ണങ്ങളെല്ലാം ഇഷ്ടമാണ്, ഒന്നിനൊന്ന് ഇഷ്ടമാണ്. എല്ലാ കഷ്ണങ്ങളും പച്ചക്കറികൾ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. വാവ്, സൂപ്പർ, നന്നായിട്ട് തന്നെ കഴിച്ചു. അപ്പം ഞാൻ കുളിയൊക്കെ കഴിഞ്ഞിട്ട് നിൽക്കുകയാണ്. ജസ്റ്റ് ഒന്ന് ഡ്രസ്സ് ചെയ്തതേ ഉള്ളൂ. മേക്കപ്പും കാര്യം വലിയ മേക്കപ്പൊന്നും ചെയ്യാറില്ല പൊതുവേ, കാരണം എനിക്ക് അറിയാമല്ലോ പിമ്പിൾസ് ഒക്കെ ഉള്ളതുകൊണ്ട് അധികം മേക്കപ്പൊന്നും യൂസ് ചെയ്യാറില്ല. ജസ്റ്റ് ഒന്ന് കുളിച്ച് തലയൊക്കെ ഒന്ന് വാഷ് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പോകുന്നത് തളിപ്പറമ്പാണ് പോകുന്നത്. ഒരു ന്യൂ ബോൺ ബേബീനെ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. എൻ്റെ ഒരു കുഞ്ഞ് അനിയനായിട്ട് വരും. ബേബി ബോയ് ആണോ? അയ്യോ സോറി, ബേബി ബോയ് അല്ല കേട്ടോ, ബേബി ഗേളാണ്. ഓക്കെ, അപ്പോൾ അവിടത്തേക്ക് നമ്മൾ പോകാൻ പോവാണ്. ഞാനും അമ്മയും അനിയത്തിയും ഉണ്ടാകും. ഓക്കെ, നമ്മൾ പോവാൻ റെഡി ആയിട്ട് നിൽക്കുമ്പോഴാണ് വീട്ടിൽ മേമയും അതുപോലെ മാമനൊക്കെ വന്നത്. അവർ കല്യാണം പറയാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അത് എൻ്റെ വ്ളോഗിങ് പരിപാടിയാണ്. നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ഞാൻ ഇടുന്നല്ലോ. എൻ്റെ നാടിൻ്റെ വേറൊരു വശമാണിത്. നോക്കിയാൽ ഫുൾ തെങ്ങും തോപ്പെല്ലായിട്ട് നല്ല ഭംഗിയിൽ കാണാൻ. നമ്മുടെ ഏതാണ് കുമ്പളങ്ങി നൈറ്റ്സിൻ്റെ എല്ലാം ഇതല്ല, വേറൊരു സ്ഥലമുണ്ട് നല്ല തോടെല്ലായിട്ട്, ഒറിജിനൽ കുമ്പളങ്ങി നൈറ്റ്സാണ്. ഇപ്പം പണി നടക്കുന്നതുകൊണ്ട് ഇവിടെ വലിയ കുഴി എടുത്തിട്ടുണ്ട്. മൂന്നാമത്തെ റെയിൽ വരുന്ന ഞാൻ തോന്നിയത് കണ്ടില്ലേ, SR. ഇതെന്ന് വെച്ചാൽ സദേൺ റെയിൽവേസാണ്. ഈ സർവേക്കല്ലിൻ്റെ ഇത്ര വരെ ഇവരുടെ സ്ഥലമാണ്. ഇതിപ്പം മൂന്നാമത്തെ റെയിൽ വരുന്നതിനോടനുബന്ധിച്ചിട്ടാണെന്ന് തോന്നുന്നു, അറിയില്ല. കണ്ടില്ലേ, അയ്യോ എടാ ഇതെന്താ ഇങ്ങനെ ബ്ലറാവുന്നു, ഫോക്കസ് ആവുന്നില്ല. ഇപ്പം ഇതിപ്പോ നമ്മൾ ഏത് വഴിയാ പോകുന്നത്? ഓ
അങ്ങനെ തിരിച്ച് വീടെത്തി. ന്യൂ ബോൺ ബേബിനെ കാണാൻ പോയെന്ന് പറഞ്ഞല്ലോ. തളിപ്പറമ്പ് അവിടെ മാർക്കറ്റിൽ ചെന്നപ്പോൾ നല്ല ഫ്രഷ് സ്ട്രോബെറി കണ്ടു. അപ്പം ഞാൻ വാങ്ങിച്ചതാണ്. പിന്നെ ഡയറി മിൽക്കും കൂടി ചേർത്ത് അത് ഷെയ്ക്ക് അടിച്ചിട്ടുണ്ടായിരുന്നു. ഫൈനലി അപ്പോൾ ഞാൻ വീട്ടിലെത്തിയിരിക്കുകയാണ്. വീട്ടിലെത്തിയിട്ട് കുറച്ച് നേരമായി. അപ്പോൾ ഇനി എനിക്ക് ഒരു പ്രോഗ്രാം ഉണ്ട്. വായനശാലയുടെ ഒരു എന്താണ് ഉദ്ഘാടനം അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. അപ്പം ഗാനമേളയുണ്ട്. അപ്പോൾ അതിന് പോകാൻ നിൽക്കുകയാണ്. അവൾക്ക് എന്നെ വെയിറ്റ് ചെയ്യാണ്, എൻ്റെ കസിൻസ്. ഓക്കെ, അപ്പം ഞാൻ അങ്ങോട്ടേക്ക് പോട്ടെ. ഹലോ ഗൈസ്, നമ്മളിപ്പോൾ റെയിൽ പാളത്തിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനുണ്ട്, പ്രജിയുണ്ട്, വല്യമ്മയുണ്ട്, പ്രണവേട്ടനുണ്ട്. റെയിൽ പാളത്തിലൂടെ നടന്നിട്ട് നമ്മൾ തൊട്ടടുത്താണ് പരിപാടി. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ? ഒന്ന് ഫ്ലാഷ് അടിച്ച എൻ്റെ ഫേസിലേക്ക്. ഓക്കെ, അപ്പം എന്നെ കാണാൻ പറ്റോ? ഓക്കെ ഓക്കെ, ശരി, അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. കേശവൻ നമ്പൂരിൽ കേൾപ്പിക്കുകയും കേശവൻ നമ്പൂരി പറയുന്നു ഇതിന് അവാർഡ് ഉറപ്പാണെന്ന് പറയുന്നത് അദ്ദേഹം പറഞ്ഞുകൊണ്ടല്ല കിട്ടിയത്. പിന്നെ അദ്ദേഹം നല്ലൊരു ഗാനമേള പ്രതീക്ഷിച്ച് എനിക്ക് ഭയങ്കര നിരാശയായിരുന്നു. പിന്നെ അതൊരു വായനശാലയുടെ ഉദ്ഘാടനം ആയിരുന്നല്ലോ. അപ്പം ഞാൻ അങ്ങനെ ചിന്തിക്കണമായിരുന്നു. എൻ്റെ ഭാഗത്തും തെറ്റുണ്ട്. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര മഴ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ നേരത്തെ പിന്നെ ഇരുട്ടത്തായിരുന്നില്ലേ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം ശരിക്കും ഇരുട്ടായി. മഴ കാരണം ലൈറ്റെല്ലാം പോയി, കറണ്ട് പോയി. നമ്മളിപ്പോൾ റോഡ് മാർഗമാണ് വീട്ടിലേക്ക് പോകുന്നത്. നേരത്തെ റെയിൽ വഴിയല്ലേ. ഓ, ഇത് മൊത്തം ചളിയായിരിക്കുമല്ലോ. എൻ്റെ ഷൂസ് എല്ലാം നനയും. അങ്ങനെ ഫൈനലി ഞാൻ എൻ്റെ വീട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ കറണ്ട് കട്ടൊന്നും ഇല്ല കേട്ടോ. ഇവിടെ ലൈറ്റൊക്കെ ഉണ്ട്. പിന്നെ മഴയും കുറവാണ് താരതമ്യേനെ. അപ്പം എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഓക്കെ, ഈ ഒരു വ്ലോഗ് ഞാൻ ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ടാണ് തുടങ്ങിയിരിക്കുന്നത്. അപ്പം ഇതിപ്പം ഗുഡ് നൈറ്റ് ആയി. അടുത്തൊരു വ്ലോഗുമായിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ.